പ്രിയമുള്ള കുട്ടികളെ, അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൻ്റെ 13ാമത്തെ പാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് ഏവ്സ് അതുപോലെ തന്നെ ക്ലാസ് മാമേലിയ, ഈ രണ്ട് ക്ലാസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യം ക്ലാസ് ഏവ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ് ഏവ്സിൽ വരുന്ന ജീവികളാണ് ബേർഡ്സ്. ഇപ്പോൾ ബേർഡ്സിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് പറയുകയാണ്. ആദ്യമായി പ്രസൻസ് ഓഫ് ഫെതേഴ്സ് ആൻഡ് ബീക്ക്. പ്രസൻസ് ഓഫ് ഫെതേഴ്സ് ആൻഡ് ബീക്ക്. മറ്റൊരു സവിശേഷതയാണ് ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. അപ്പോൾ അവയുടെ ഫോർ ലിംസ് ആണ് എന്തായി മോഡിഫൈ ചെയ്തിരിക്കുന്നത്? ചിറകുകൾ ആയി മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്. അപ്പോൾ വിങ്സ് നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. അടുത്ത ക്യാരക്ടർ ഡ്രൈ സ്കിൻ വിത്തൗട്ട് ഗ്ലാൻസ് എക്സെപ്റ്റ് ദി ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദി ബേസ് ഓഫ് ടെയിൽ. അവിടെ ടെയിലിൻ്റെ ബേസ് ഭാഗത്ത് മാത്രമാണ് ഓയിൽ ഗ്ലാൻഡ് ഉള്ളത്. അപ്പോൾ ബാക്കി മറ്റ് ഗ്ലാൻഡുകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഡ്രൈ സ്കിന്നാണ് അവയ്ക്കുള്ളത്. Dry skin without glands except the oil gland at the base of tail. Then high limbs have scales. High limbsൽ എന്തോ കാണപ്പെടുന്നുണ്ട്? ശൽക്കങ്ങൾ കാണപ്പെടുന്നുണ്ട്. And are modified for high limbs എന്തിനു വേണ്ടി മോഡിഫൈ ചെയ്തിരിക്കുന്നു? For walking, swimming or clasping tree branches. അപ്പോൾ ഹൈ ലിംസ് വാക്കിങ്ങിനും സ്വിമ്മിങ്ങിനും ക്ലാസ്പിങ്ങിനും ഒക്കെ മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഫോർ ലിംസ് എന്തായി മോഡിഫൈ ചെയ്തിരിക്കുന്നു? വിങ്സായി മോഡിഫൈ ചെയ്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ലോങ് ഹോളോ ന്യൂമാറ്റിക് ബോൺസ് ആണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. എന്താണ്? ലോങ് അതുപോലെ തന്നെ ഹോളോ ന്യൂമാറ്റിക് ബോൺസ് ആണ് ഇവയ്ക്ക് കാണപ്പെടുന്നത്. അതായത് അസ്ഥികളിൽ വായു അറകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത്. ഇതൊരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ കൂടിയാണ് ബേർഡ്സിൻ്റെ. അതായത് ന്യൂമാറ്റിക് വായു അറകൾ ഉള്ളതുകൊണ്ടാണ് ന്യൂമാറ്റിക് എന്ന പേര് വരാൻ കാരണം. അപ്പോൾ വായു അറകൾ ഉള്ളതുകൊണ്ട് ഭാരം കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ലോങ് ഹോളോ ന്യൂമാറ്റിക് ബോൺസ് ആണ്. ഇതൊരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷനാണ് ബേർഡ്സിൻ്റെ. ടിംബാനം റെപ്രസെൻറ്റ്സ് ഇയർ. അപ്പോൾ ഇയർ ഏതാണ്? അതിൻ്റെ ടിംബാനമാണ് ഇയറായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫെതേഴ്സും വിങ്സും ഒക്കെ ഇതിൻ്റെ ഒരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷനായിട്ട് പറയാം. അപ്പോൾ എക്സാമിന് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ വിങ്സ് ഒരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷനാണ്, പറക്കലിന് സഹായിക്കുന്ന ഒരു ക്യാരക്ടറാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അഡാപ്റ്റേഷൻ നമുക്കെന്ത് പറയാം? ലോങ് ഹോളോ ന്യൂമാറ്റിക് ബോൺസ്. അപ്പോൾ വായു അറകളുള്ളതുകൊണ്ട് ഭാരം കുറയ്ക്കാൻ സഹായിക്കും. അതും ഒരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷനായി പറയാൻ കഴിയും. ഇത്രയും ക്യാരക്ടേഴ്സാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ സ്ലൈഡിൽ കാണാൻ കഴിയുന്നത്. ബേർഡ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഫോർ ചേംബേർഡ് ഹാർട്ടാണ്. അപ്പർ 2 ഓറിക്കിൾസ്, ലോവർ 2 വെൻട്രിക്കിൾസ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും 4 ചേംബേർഡ് ആയിട്ടുള്ള ഒരു ഹാർട്ടാണ് ബേർഡ്സിന് ഉള്ളത്. മറ്റൊരു ക്യാരക്ടർ ഹോമിയോതേംസ് ആണ്. എന്താണ് ഹോമിയോതേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോസ് ഓർഗാനിസംസ് വിച്ച് ക്യാൻ മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ. ചുറ്റുപാടിലുള്ള കാലാവസ്ഥ എന്തു തന്നെയായാലും ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്താൻ കഴിവുള്ള ജീവികളെയാണ് ഹോമിയോതേംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ ചുറ്റുപാടിൽ ടെമ്പറേച്ചർ എന്തായാലും ശരി, ബോഡിയിലെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്ഥിരമായിട്ടുള്ളൊരു ബോഡി ടെമ്പറേച്ചർ ആയിരിക്കും ഇത്തരത്തിലുള്ള ജീവികൾക്ക് ഉള്ളത്.
അപ്പോൾ അതിനാണ് നമ്മൾ ഹോമിയോതേംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് വാം ബ്ലഡഡ് അനിമൽസ്. മറ്റൊരു ക്യാരക്ടർ, ഡൈജസ്റ്റീവ് ട്രാക്ട് ഹാസ് അഡീഷണൽ ചേംബേഴ്സ്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അഡീഷണലായിട്ട് ചേംബേഴ്സ് കാണപ്പെടുന്നുണ്ട്. അതിലൊരു ചേംബറാണ് ക്രോപ്പ്, മറ്റൊന്ന് ഗിസാർഡ്. ഇപ്പോൾ ക്രോപ്പിൻ്റെ ഫംഗ്ഷൻ സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ആണ്. ആഹാരം സംഭരിച്ച് വയ്ക്കുന്നതിന് സഹായിക്കുന്ന അറയാണ് ക്രോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഗിസാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ആണ്. ഫുഡ് മെറ്റീരിയൽസ് ഒരു ഗ്രൈൻഡറായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിനുള്ള സവിശേഷതകളൊക്കെ ഗിസാർഡ് എന്ന് പറയുന്ന ഭാഗത്തുള്ളത് ഉണ്ട്. അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്ട് ഹാസ് അഡീഷണൽ ചേംബേഴ്സ്. ഏതൊക്കെയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള അഡീഷണൽ ചേംബേഴ്സ്? ക്രോപ്പും ഗിസാർഡും. എന്തൊക്കെയാണ് ഫങ്ഷൻസ്? ക്രോപ്പ് സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽ ആണ്, ഗിസാർഡ് ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് മെറ്റീരിയൽ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഡബിൾഡ് റെസ്പിറേഷനാണ്. അപ്പോൾ എന്താണ് ഡബിൾ റെസ്പിറേഷൻ എന്ന് പറയാൻ കാരണം? എയർ സാക്സ് കണക്റ്റഡ് ടു ലങ്സിനോട് കണക്ട് ചെയ്ത് എന്തോ കാണപ്പെടുന്നുണ്ട്? എയർ സാക്സ് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ കൂടെയാണ് ബേഡ്സിൻ്റെ. എന്താണ് ഡബിൾ റെസ്പിറേഷൻ? അപ്പോൾ എയർ സാക്സ് ലങ്സുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ക്യാരക്ടർ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. ഒവിപാരസ് ആണ്. ഒവിപാരസ് എന്ന് വെച്ചാൽ എന്താണ്? എഗ് ലേയിങ് അനിമൽസ് ആണ്. ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ്. അപ്പോൾ എന്തൊക്കെ ടേംസാണ് നമ്മൾ ഈ സ്ലൈഡിൽ പ്രധാനമായും കാണാൻ കഴിഞ്ഞത്? അതായത് ഹോമിയോതേംസ് വാം ബ്ലഡഡ് അനിമൽസ് ആണ്. ബോഡി ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചറാണ്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ ക്രോപ്പ് ഗിസാർഡ് എന്ന് പറയുന്ന അഡീഷണൽ ചേംബേഴ്സ് കാണപ്പെടുന്നു. പിന്നെ ഡബിൾ റെസ്പിറേഷനാണ്, എയർ സാക്ക് കണക്റ്റഡ് ടു ലങ്സ്. പിന്നെ ഒവിപാരസുമാണ്, എഗ് ലേയിങ് അനിമൽസുമാണ്. ഇത്രയും ക്യാരക്ടേഴ്സാണ് നമ്മൾ പ്രധാനമായും ഈ സ്ലൈഡിൽ കാണാൻ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ് എഫ്സിൽ വരുന്ന എക്സാമ്പിൾസാണ്. അതിലൊന്നാണ് കോവസ്, അതായത് ക്രോ, കൊളംബ, പിജിയൺ. മറ്റൊരു എക്സാമ്പിൾ സിറ്റാക്കുല, അതായത് പാരറ്റ്. അനദർ എക്സാമ്പിൾ സ്ട്രുത്തിയോ, അതായത് ഓസ്ട്രിച്ച്. അനദർ വൺ പാവോ ഓർ പീകോക്ക്. അനദർ എക്സാമ്പിൾ ആപ്നോഡൈറ്റ്സ് ഓർ പെൻഗ്വിൻ. ദെൻ നിയോഫോറ ഓർ വൾച്ചർ. അപ്പോൾ ഈ പക്ഷികളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ക്ലാസ് എഫ്സിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് ഒന്നുകൂടെ പറയാം. പ്രസൻസ് ഓഫ് ഫെതേഴ്സ് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. ക്യാരക്ടർ മാത്രമല്ല, ഒരു അഡാപ്റ്റേഷൻ കൂടിയാണ്, ഒരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ കൂടിയാണ്. ഇപ്പോൾ ഫ്ലൈയിങ് ബേർഡ്സും ഉണ്ട്, ഫ്ലൈറ്റ്ലെസ് ബേർഡ്സും ഉണ്ട്. അപ്പോൾ മറ്റൊരു ക്യാരക്ടർ പ്രസൻസ് ഓഫ് ബീക്ക്. ഫോർ ലിംസ് എന്തായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്? വിങ്സ് ആയിട്ട് മോഡിഫൈ ചെയ്തിരിക്കുകയാണ്. ഹൈ ലിംസ് generally have scales and are modified for walking, swimming or clasping the tree branches. അല്ലേ, പിൻകാലുകൾ എന്തിനൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്? വാക്കിംഗ്, സ്വിമ്മിങ് ഓർ ക്ലാസ്പിംഗ് ദി ട്രീ ബ്രാഞ്ചസ്. സ്കിൻ ഡ്രൈ ആണെന്ന് നമ്മൾ പറഞ്ഞു. വിത്തൗട്ട് ഗ്ലാൻസ് എക്സെപ്റ്റ് ദി ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദി ബേസ് ഓഫ് ദി ടെയിൽ. പിന്നെ എൻഡോസ്കെലട്ടൻ ഈസ് ഫുള്ളി ഓസിഫൈഡ് ആണ്. ഓസിഫൈഡ് എന്ന് വെച്ചാൽ ബോണി എൻഡോസ്കെലട്ടനാണ് ഇവയുടെ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ലോങ് ബോൺസാണ്, ഹോളോയാണ്, എയർ ക്യാവിറ്റീസും ഉണ്ട്. അതുകൊണ്ടാണ് ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ഭാരക്കുറവാണ്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. എന്താണ്? ഈ എയർ ക്യാവിറ്റീസ് ഉള്ളതുകൊണ്ട്, ഹോളോ ബോൺസും ഒക്കെ ആയതുകൊണ്ട് അത് പറക്കലിന് ഒരു തടസ്സമല്ല. അതുകൊണ്ട് അതൊരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ കൂടിയാണ് ന്യൂമാറ്റിക് ബോൺസ്, പ്രസൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺസ്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്ട് ഓഫ് ബേർഡ്സ് ഹാസ് അഡീഷണൽ ചേംബേഴ്സ്, ദ ക്രോപ്പ് ആൻഡ് ഗിസാർഡ്. ക്രോപ്പും ഗിസാർഡും എന്ന അഡീഷണൽ ചേംബേഴ്സ് ഉണ്ട്. ക്രോപ്പിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽ ആണ്. ഗിസാർഡ് ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് മെറ്റീരിയൽ. ഹാർട്ട് കംപ്ലീറ്റ്ലി ഫോർ ചേംബേർഡ് ആണ്. വാം ബ്ലഡഡ് അനിമൽസ് ആണ്. ദാറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഹോമിയോതേംസ്. എന്ന് വെച്ചാൽ എന്താണ്? ബോഡി ടെമ്പറേച്ചർ ഈസ് ആൾവേസ് കോൺസ്റ്റൻറ്റ്. റെസ്പിറേഷൻ ബൈ ലങ്സ് ആണ്. എയർ സാക്സ് കണക്റ്റഡ് ടു ലങ്സ്.
സപ്ലിമെൻറ്റ് ടു റെസ്പിറേഷൻ. അപ്പോൾ അഡീഷണൽ ആയിട്ട് എയർ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ എയർ സാക്ക് ഉണ്ട്. അപ്പോൾ അത് ഡബിൾ റെസ്പിറേഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇൻറ്റേണൽ. ഒവിപാരസ്, എന്താണ് ഒവിപാരസ്? എഗ് ലേയിങ് അനിമൽസ് ആണ്. ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ഡിറക്റ്റുമാണ്. ഇത്രയുമാണ് പ്രധാനമായിട്ട് നമുക്ക് ക്ലാസ് ഏവ്സിനെ കുറിച്ച് പറയുക. അനിമൽ കിങ്ഡത്തിൽ നമുക്ക് അവസാനമായി പഠിക്കാനുള്ള ക്ലാസ്സാണ് ക്ലാസ് മാമേലിയ. അപ്പോൾ മാമേലിയയെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മാമേലിയ എന്ന് പറയുമ്പോൾ സസ്തനികളാണ്. ദേ ആർ ഫൗണ്ട് ഇൻ എ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്. അപ്പോൾ ലോകത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങളിലെല്ലാം നമുക്ക് മാമൽസിനെ കാണാൻ കഴിയും. അതായത് പോളാർ ഐസ് കേപ്സ്, ഡെസേർട്ട്, മൗണ്ടൻസ്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡാർക്ക് കേവ്സ്, ഇവിടെയെല്ലാം നമുക്ക് ക്ലാസ് മാമേലിയയിൽ വരുന്ന ജീവികളെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ചില ജീവികൾ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഉള്ളതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ് ബാറ്റ്. അപ്പോൾ ഈ ക്ലാസ്സിലെ ജീവികളുടെ ക്യാരക്ടേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ക്ലാസ് മാമേലിയയുടെ ജനറൽ ക്യാരക്ടേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്, നമുക്ക് യുണീക്ക് ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ്. അപ്പോൾ ഈ ഗ്ലാൻഡ് ഉള്ളത് കൊണ്ടാണ്, മാമറി ഗ്ലാൻഡ് ഉള്ളത് കൊണ്ടാണ് ഈ ക്ലാസ്സിനെ ക്ലാസ് മമേലിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സസ്തനികൾ എന്നും പറയും. ഇതൊരു യുണീക്ക് ക്യാരക്ടറാണ്. മറ്റൊരു യുണീക്ക് ക്യാരക്ടറാണ് സ്കിൻ വിത്ത് ഹെയർ. സ്കിൻ വിത്ത് ഹെയർ. 2 pairs of limbs for walking, running, climbing, burrowing, swimming or flying. അപ്പോൾ അവയ്ക്ക് 2 ജോഡി ലിംസാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഒരു ജോഡി ഫോർ ലിംസും ഒരു ജോഡി ഹൈൻഡ് ലിംസ്. അപ്പോൾ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു? വാക്കിംഗ്, റണ്ണിങ്, ക്ലൈംബിങ്, ബറോയിങ്, സ്വിമ്മിങ് ഓർ ഫ്ലൈങ്. മറ്റൊരു യുണീക്ക് ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇയർ ഓർ പിന്ന്. 4 ചേമ്പേർഡ് ഹാർട്ടാണ്. 2 ഓറിക്കിളും 2 വെൻട്രിക്കിളും. മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഹോമിയോതേംസ് ആണ്. ഹോമിയോതേംസ് നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? ദോസ് ഓർഗാനിസം വിച്ച് ക്യാൻ മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കും. ഇപ്പോൾ ചുറ്റുപാടിൽ ഏത് തരത്തിലുള്ള ഒരു ടെമ്പറേച്ചർ ആണെങ്കിൽ പോലും ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റായിട്ട് നിലനിർത്താൻ കഴിവുള്ള ജീവികളാണ് ഹോമിയോതേംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ് മാമാലിയയിൽ വരുന്ന ജീവികളൊക്കെ എങ്ങനെയുള്ളവരാണ്? ഹോമിയോതേംസ് ആണ്. അപ്പോൾ ഈ സ്ലൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്, അതൊരു യുണീക്ക് ക്യാരക്ടറാണ്. സ്കിൻ വിത്ത് ഹെയർ, അതൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇയർ ഓർ പിന്ന്, ഇതെല്ലാം ഈ ക്ലാസ്സിൽ വരുന്ന ജീവികളുടെ യുണീക്ക് ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് പറയാൻ കഴിയും. ക്ലാസ് മാമേലിയയുടെ മറ്റു ചില സവിശേഷതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാണ് വെൽ ഡെവലപ്ഡ് അലിമെൻ്ററി കനാൽ. മറ്റൊന്ന് ഡെൻറ്റിഷനാണ്. ഡെൻറ്റിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അറേഞ്ച്മെൻറ്റ് ഓഫ് ടീത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴിവിടെ ഹെറ്ററോഡോൺ ഡെൻറ്റിഷനാണ്. ഹെറ്ററോഡോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് ടീത്ത്. ഏതൊക്കെയാണ് പലതരത്തിലുള്ള ടീത്ത്? ഇൻസിസേഴ്സ്, കനൈൻസ്, പ്രീമോളാർ ആൻഡ് മോളാർ. അപ്പോൾ അങ്ങനെ 4 വ്യത്യസ്ത തരത്തിലുള്ള ടീത്ത് ഉള്ളത് കൊണ്ടാണ് ഹെറ്ററോഡോൺ ഡെൻറ്റിഷൻ എന്നറിയപ്പെടുന്നത്. മറ്റൊരു ഡെൻറ്റിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ടീക്കോഡോൺ ഡെൻറ്റിഷനാണ്. ടീക്കോഡോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടീത്ത് എവിടെയാണ് സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ജോസിലാണ്. മറ്റൊന്ന് ഡൈഫിയോഡോൺ ഡെൻറ്റിഷൻ കൂടിയാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ 2 സെറ്റ് ടീത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? മിൽക്ക് ടീത്ത് ഓർ ടെമ്പററി ടീത്തും മറ്റൊരു സെറ്റ് ഏതാണ്? പെർമനൻ്റ് ടീത്ത്. അപ്പോൾ അതിനെയാണ് ഡൈഫിയോഡോൺ ഡെൻറ്റിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെസ്പിറേഷൻ ലങ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. റെസ്പിറേഷൻ ഈസ് ബൈ ലങ്സ്.
സെക്സസ് സെപ്പറേറ്റ് ആണ്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ്. അതുപോലെ തന്നെ വിവിപാരസ് ആണ്. വിവിപാരസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അനിമൽസ് വിച്ച് ഗിവ്സ് ബർത്ത് ടു ദെയർ യങ് വൺസ്. കുഞ്ഞുങ്ങളെ പ്രസവത്തിൽ കൂടെ ജന്മം നൽകുന്നവരെയാണ് നമുക്ക് വിവിപാരസ് അനിമൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വിവിപാരസ് നമുക്ക് പറയാൻ കഴിയത്തില്ല, എക്സെപ്റ്റ് ആരൊക്കെ ഒഴിച്ച് എക്കിഡ്നായും പ്ലാറ്റിപ്പസും എഗ്ഗിലെയും മാമൽസാണ്. ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ഡയറക്റ്റുമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ്. അപ്പോഴെന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ ഈ സ്ലൈഡിൽ കാണപ്പെടുന്നത്? ഇവിടെ ആലിമെൻ്ററി കനാല് വെൽ ഡെവലപ്ഡ് ആണ്. ഡെൻഡിഷൻ ഹെറ്ററോഡോണ്ട്, ടീക്കോഡോണ്ട്, അതുപോലെ തന്നെ ഡൈഫിയോഡോണ്ട് ഡെൻഡിഷനാണ്. റെസ്പിറേഷൻ ബൈ ലങ്സ്, സെക്സസ് ആർ സെപ്പറേറ്റ്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ വിവിപാരസ് ആണ്, എക്സെപ്റ്റ് എക്വിഡ്ന ആൻഡ് പ്ലാറ്റിപ്പസ്. ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്? ഈസ് ഡയറക്റ്റ്. ഇത്രയും ക്യാരക്ടേഴ്സാണ് നമുക്ക് ഈ സ്ലൈഡിൽ കാണാൻ കഴിയും. ഇനി നമ്മൾ ക്ലാസ് മമേലിയയുടെ എക്സാമ്പിൾസാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ അതിൽ ഒരു എക്സാമ്പിളാണ് പ്ലാറ്റിപ്പസ്. എക്കിഡ്നയും പ്ലാറ്റിപ്പസും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? എഗ് ലേയിങ് മാമൽസിന് എക്സാമ്പിളാണ്. മറ്റൊരു എക്സാമ്പിൾ കങ്കാരു ആണ്. മറ്റൊന്ന് ഫ്ലൈയിങ് ഫോക്സ്, അതാണ് ബാറ്റ്. ഫ്ലൈയിങ് മാമലിന് എക്സാമ്പിളാണ്. ഫ്ലൈറ്റ് അഡാപ്റ്റേഷനാവട്ടെ. മറ്റൊരു എക്സാമ്പിള് മങ്കിയാണ്. അനദർ എക്സാമ്പിൾ ക്യാമൽ, ദെൻ റാറ്റ്, ഡോഗ്, ക്യാറ്റ്, എലിഫൻറ്റ്. അതുപോലെ തന്നെ ഡോൾഫിൻ, വെയിൽ. ഡോൾഫിനും വെയിലും അക്വാട്ടിക് മാമൽസിന് എക്സാമ്പിളാണ്. അപ്പോൾ അവർക്ക് വെള്ളത്തിൽ ജീവിക്കാനുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ട്. മറ്റു ചില എക്സാമ്പിൾസ് ഹോർസ്, ടൈഗർ, ലയൺ, ഇതെല്ലാം മാമൽസിൽ വരുന്ന എക്സാമ്പിൾസാണ്. അപ്പോൾ ക്ലാസ് മാമേലിയയുടെ സവിശേഷതകൾ നമുക്ക് ഒന്നുകൂടെ പറയാം. ദേ ആർ ഫൗണ്ട് ഇൻ എ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്. പോളാർ ഐസ് കേവ്സ്, ഡെസേർട്ട്, മൗണ്ടൻസ്, ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്, ഡാർക്ക് കേവ്സ്, ഇവിടെ എല്ലാം ഇവരെ നമുക്ക് കാണാൻ സാധിക്കും. സം ഓഫ് ദം ഹാവ് അഡാപ്റ്റഡ് ടു ഫ്ലൈ ഓർ ലിവിങ് ഇൻ വാട്ടർ. അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾ കണ്ടതാണ്. ദ മോസ്റ്റ് യുണീക്ക് മാമേലിയൻ ക്യാരക്ടർ എന്താണ്? ദ പ്രസൻസ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻഡ്, മാമറി ഗ്ലാൻഡാണ്. അതൊരു യുണീക്ക് ക്യാരക്ടറാണ്. ബൈ വിച്ച് ദ യങ് വൺസ് ആർ നറിഷ്ഡ്. മാമറി ഗ്ലാൻഡ്സ് കൊണ്ടാണ് അവയുടെ യങ് വൺസ് നറിഷ് ചെയ്യപ്പെടുന്നത്. They have 2 pairs of limbs adapted for walking, running, climbing, burrowing, swimming or flying. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി മോഡിഫൈ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവയുടെ 2 pairs of limbs. പിന്നെ സ്കിൻ എങ്ങനെയാണ്? മാമൽസ് യുണീക്ക് ക്യാരക്ടറാണ്. ഇതാണ് പ്രസൻസ് ഓഫ് ഹെയർ. പിന്നെ എക്സ്റ്റേണൽ ഇയേഴ്സ് ഓർ പിന്നെ, അതും ഒരു യുണീക്ക് ക്യാരക്ടറാണ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് നമ്മൾ പറഞ്ഞതാണ്. എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് പ്രസൻറ്റ് ഇൻ ദി ജോ. അപ്പോഴാ ഡെൻഡിഷനെ നമ്മൾ പറഞ്ഞു ഹെറ്ററോഡോൺ ഡെൻഡിഷൻ എന്ന്. ഹാർട്ട് 4 ചേമ്പേർഡാണ്. അപ്പർ 2 ഓറിക്കിളും ലോവർ 2 വെൻട്രിക്കിളും. പിന്നെ ദേ ആർ ഹോമോതേംസ് ആണ്. എന്താണ് ഹോമോതേംസ് എന്ന് പറയുമ്പോഴത്തേക്കും? ബോഡി ടെമ്പറേച്ചർ ഈസ് ആൾവേസ് കോൺസ്റ്റൻറ്റ്. റെസ്പിറേഷൻ എങ്ങനെയാണ്? റെസ്പിറേഷൻ ഈസ് ബൈ ലങ്സ്. ശ്വസനം ലങ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. സെക്സസ് സെപ്പറേറ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ. വിവിപാരസ് ആണ്. വിവിപാരസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ എഗ് ലേയിങ് എന്ന് പറയുമ്പോഴത്തേക്കും ആണ് ഒവിപാരസ്. വിവിപാരസ് എന്ന് പറയുമ്പോഴത്തേക്കും അനിമൽസ് വിച്ച് ഗിവ്സ് ബർത്ത് ടു ദെയർ യങ് വൺസ്. അപ്പോൾ വിത്ത് ഫ്യൂ എക്സെപ്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ്. അപ്പോൾ എക്കിഡ്നയും പ്ലാറ്റിപ്പസും എഗ് ലേയിങ് മാമൽസാണ്. ബാക്കി ഉള്ളവരൊക്കെ എങ്ങനെയുള്ളവരാണ്? വിവിപാരസ് ആയിട്ടുള്ള ഓർഗാനിസംസാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സാണ് നമുക്ക് ക്ലാസ് മാമേലിയയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ അനിമൽ കിങ്ഡം എന്ന ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്.